നമുക്ക് ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ട്. സഭയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ ഉള്ളത് ഉടമ്പടിയിലാണ്. അത് നമ്മളുടെ പ്രത്യേക കണ്ടുപിടുത്തമല്ല. ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റ് ദൈവം വെളിപ്പെടുത്തിയ കാലം മുതലേ ഈ നേർച്ച വസ്തുക്കൾ അതിൻ്റെ കൂടെയുള്ളതാണ്, എണ്ണയും ഉപ്പും ഒക്കെ. പക്ഷേ പ്രയോഗത്തിലാണ് കുഴപ്പം വരണത്. നമ്മളെപ്പോഴും ഉടമ്പടി എടുക്കുന്നത് എപ്പോഴാണ്? ജീവിതം ഇനി മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി എന്ന് പറയുന്നത് അവസാന സമർപ്പണമാണ്. ഇനി എൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകത്തില്ല ദൈവമേ, ഇനി നിൻ്റെ കഴിവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറക്കി തരണം. അതിനു വേണ്ടിയാണ് ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഉടമ്പടി. മനുഷ്യന് എപ്പോഴെങ്കിലും ബലഹീനമാകുമ്പോൾ, അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ സ്വാധീനങ്ങളും ചുറ്റവട്ടങ്ങളും കൊണ്ട് അവന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ദൈവം അവൻ്റെ ജീവിതത്തിലെ ഒരു ഉഭയകക്ഷിയാകും. അങ്ങനെ ദൈവത്തെ കക്ഷി ചേർക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ ഉടമ്പടി അല്ലാതെ വേറെ ഒരു ഫോർമുലയും നിലവിലില്ല. കൃപാസനത്തിൻ്റെ ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ്. അതായത് ബിബ്ലിക്കൽ കവനൻ്റെ കോൺസെപ്റ്റ് എൻ്റെ ഉള്ളിൽ മറിയത്തെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് വെക്കും. കാരണം ബിബ്ലിക്കൽ കവനൻ്റെ ഒരു പരാധീനത എന്ന് പറയണത് ദൈവ തിരുസന്നിധിയിൽ ആ കവനൻറ്റിന് എന്തെങ്കിലും ഉഭയകക്ഷികൾ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഈടറവുണ്ടായാൽ അവന് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ അപ്പീസ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ഏജൻ്റ് ഇല്ല. അതാണ് എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്കൊക്കെ പറ്റിയ അബദ്ധങ്ങൾ. അബദ്ധമാണെന്ന് പറയണില്ല, ദൈവത്തിൻ്റെ പരിപാലനയാണ്. പക്ഷേ എങ്കിലും ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. എബ്രഹാത്തിന് മക്കൾ ഇല്ലാത്ത കാര്യം, ഇപ്പോൾ എബ്രഹാത്തിനെപ്പോലെ എത്രയോ മനുഷ്യരാണ് അൽത്താരെ വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയണത്. 20 കൊല്ലം, എബ്രഹാത്തിന് 25 കൊല്ലം കഴിഞ്ഞാണ്. ഇപ്പോൾ കൃപാസനത്തിൻ്റെ അൽത്താരയിൽ 23 കൊല്ലം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടി വഴി ഇന്ന് വരെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഉടമ്പടി കാലത്ത് എബ്രഹാത്തിൻ്റെ കയ്യിൽ നിന്ന് മാനുഷികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു. ദൈവപരിപാലനയിൽ ഇല്ലാത്ത, ഉടമ്പടിയില്ലാത്ത ഹാഗറുമായി വേലക്കാര്യമായി അദ്ദേഹം ഇടപെടുകയും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഇസ്മായേൽ ജനിക്കുകയും ചെയ്തു. അതുപോലെ ഉടമ്പടിയിൽ വരുന്ന വിഷയം, ആ ഉടമ്പടിയിൽ ആരെങ്കിലും ഒരു മാധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഉടമ്പടി നമ്മുടെ മരിയൻ ഉടമ്പടിയിൽ ആരാ മാധ്യസ്ഥ? അമ്മയാണ്. അമ്മയെ മാധ്യസ്ഥമാക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ടൈം കണ്ടൻറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിൻ്റെ അകത്തും ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ താത്വികമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ടൈം ബേസ്ഡാണ്, സമയബന്ധിതമാണ്. ഈ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, ഇപ്പോൾ ഇപ്പോഴത്തെ ഇൻടേക്കിന് ഈ ജനുവരി വരാൻ പോകുന്ന ജൂണിലെ ഇൻടേക്കിന് നിങ്ങൾ കയറിയില്ല എങ്കിൽ അടുത്ത കൊല്ലം പിന്നെ കയറാൻ പറ്റത്തുള്ളൂ. ഈ സെപ്റ്റംബറിൽ കയറില്ലെങ്കിൽ അടുത്ത സെപ്റ്റംബറിലേക്ക് പിന്നെ വരത്തുള്ളൂ. അപ്പോൾ ടൈം ബൗണ്ടഡാണ് നമ്മുടെ ലൈഫ് എല്ലാം. ഇനി നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 കുഞ്ഞുങ്ങൾ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞാണ്, ഇന്നലെ പറഞ്ഞതാണ്. എന്താ പ്രശ്നം വെച്ചാൽ അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും അവർക്കൊരു സമാധാനം ഇല്ല. എന്താ പറയണത്? അച്ഛാ ദൈവം മാത്രമേ ഉള്ളൂ കേട്ടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ സിലബസ് മാറിപ്പോയിരിക്കുകയാണ്, പരീക്ഷ മാറിയ സിലബസിലാണ് എഴുതാൻ പോണത്. സങ്കടമാണ് ഭയങ്കര. കാര്യം അവർ 4 പ്രാവശ്യം എഴുതി തോറ്റു, 5ാമത്തെ പ്രാവശ്യം എഴുതാൻ ചെന്നപ്പോൾ സിലബസ് മാറിപ്പോയി. ഇനി എന്താ സിലബസ് മാറിയുള്ള അവസ്ഥ എന്താണ്? ഇവരുടെ തന്നെ സിലബസിൽ അവർ ജയിച്ചില്ല.
പിന്നെ എന്താ, ഇനി ഇവർ പഠിക്കാത്ത സിലബസ് എഴുതാൻ പോവുകയാണ്. അപ്പം അവർക്ക് മെറിറ്റില്ല. ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന, നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂഗോളം മുഴുവനല്ല, നമ്മുടെ ഭൂമി, നമ്മുടെ ജീവിതവും അതിൻ്റെ പരിസരവും, അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ പരിസരവും, അതിനാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇതിന് ബൈബിൾ പറയണ മെരിറ്റ് എന്നാണ് പറയണത്, യോഗ്യത. ഈ നമ്മുടെ ഭൂമി, അവിടെ നമ്മുടെ ജീവിതം സർവൈവ് ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളെ ആണ് മെരിറ്റെന്ന് പറയുന്നത്, യോഗ്യത. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യും. ഭൂമി കുലുങ്ങുക രണ്ട് തരത്തിലാണ്. ഒന്ന് ദൈവം കുലുക്കും, പിന്നെ നമ്മൾ തന്നെ കയ്യിരിപ്പ് കൊണ്ട് കുലുക്കും. നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ കുലുങ്ങും. നമ്മൾ പഠിക്കണ കാലത്ത് നമ്മൾ ഉഴപ്പുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ കുളമാകും, അല്ലേ? വെള്ളം അടിച്ച് നോൻപിന് പോലും വെള്ളം അടിക്കുന്ന പാർട്ടിയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടലും പോവും, കരലും പോവും. നമ്മൾ തന്നെ കുലുക്കും. ഇനി ദൈവം നമ്മളെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി, ദൈവത്തിൻ്റെ അവകാശമാക്കാൻ വേണ്ടി, ഭൂമി എന്നുള്ള വലിയ അവകാശത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ കണ്ടെത്തത്തില്ല. അവൻ്റെ കഴിവ്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ബുദ്ധി, അവൻ്റെ കോൺഫിഡൻസ്, നല്ല മാതാപിതാക്കന്മാരിൽ നിന്നും, പിന്നെ കുഞ്ഞുങ്ങളെ ശാസിക്കാതെ വളർത്തിയാലും, കുഞ്ഞുങ്ങളെ ചെയ്യുന്നതെല്ലാം ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്ത് വളർത്തിയാൽ പിള്ളേർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും, എല്ലാം അവിടെ കൈപ്പിടിയിലാണെന്നുള്ള ബോധ്യം വരും. അവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ അടികൊണ്ടും അപ്പനെന്ന് കേട്ടാൽ പേടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. കുഞ്ഞുനാളിലെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നു. എൻ്റെ ഭൂമി കുഞ്ഞുനാളിൽ ദൈവം ഒത്തിരി പ്രാവശ്യം കുലുക്കിയിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയെ കയറി പിടിക്കും, അല്ലെങ്കിൽ ഈശോനെ കയറി പിടിക്കും. അങ്ങനെ പിടിച്ച് ഇവിടം വരെ എത്തിയത്. എപ്പോഴും നമുക്ക് പിടിക്കാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല. സ്വത്തുണ്ട്, ആരോഗ്യമുണ്ട്, ധനമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതെല്ലാം ഒരു ട്രാജഡിയാണ്. നിൻ്റെ സെറ്റപ്പുകളാണ് ദൈവം കുലുക്കണത്. അതാണ് ഞാൻ ആകാശത്തെ കുലുക്കും, ഭൂമിയെ കുലുക്കും. കാര്യം ഈ ഭൂമി വെച്ചല്ലേ ഭൂമിയെ കുലുക്കാൻ പറ്റത്തുള്ളൂ. കുലുക്കില്ല എന്നുള്ള പ്രശ്നം. ഒരു കാലത്ത് നിന്ന് ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായ വെളിപാടുകൾ വേണം. അത് വചനമാണ് നമുക്ക് നൽകണത്. ദൈവം പവർ മാത്രമല്ല, പിന്നെ എന്താണ്, പേഴ്സൺ കൂടിയാണ്. അതാണ് വിഷയം. അതാണ് നമ്മൾ 1 കൊറിന്ത്യൻസ് വായിക്കണത്, അല്ലേ? 1:24. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. വിളിക്കപ്പെട്ടവർക്ക്, ഒന്ന് പറഞ്ഞേ, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, എനിബഡി അതാണ് ആരായാലും, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പൊ ക്രിസ്തു ഒരേ സമയം തന്നെ പവർ മാത്രമല്ല, ദൈവത്തിന്റെ ശക്തി മാത്രമല്ല, പിന്നെ എന്താണ്, ദൈവത്തിന്റെ ജ്ഞാനമാണ്, അറിവാണ്, കോൺഷ്യസ് ആണ്, പേഴ്സൺ ആണ്. അപ്പോൾ ഒരേ സമയം തന്നെ ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് ഈ പവറിനോടല്ല ഇൻട്രാക്ട് ചെയ്യണത്, ഒരു ജ്ഞാനം, നമ്മുടെ അവസ്ഥകൾ എല്ലാം അറിയുന്ന ഒരാളിനോടാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയണത്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ. അപ്പോൾ ഒരേ സമയം തന്നെ ക്രിസ്തു ഒരു പേഴ്സണുമാണ്, ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്. ഇനി എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഈ യേശുവിൻ്റെ 2 ഫാക്കൽറ്റികളും ഒരുപോലെ നമ്മളിലേക്ക് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമി കുലുങ്ങുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനും കരകയറാനും പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവം വളരെ കരുണയുള്ള ആളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായാലും വളരെ, അതുകൊണ്ടാണ് നമ്മൾ ദൈവം എന്ന് പറയണത്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്നാൽ ജോസഫ് ചേർന്ന് പറഞ്ഞാൽ മതിയല്ല. അതിൻ്റെ പ്രശ്നം എന്താ, ദൈവം. അപ്പം നമ്മളുടെ മെറിറ്റുകൾ, നമ്മൾ രക്ഷപ്പെടാനുള്ള കണ്ടൻറ്റുകൾ, ഇപ്പം നിനക്ക് ബോധ്യം കിട്ടിയില്ല, ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിപ്പോയെങ്കിലും ദൈവം നിന്നെ താങ്ങും. ഉടമ്പടിയുടെ ഏറ്റവും ഇന്നുവരെ ഞാൻ കണ്ടുള്ളത്, ഉടമ്പടി ഏറ്റവും വലിയ മെൻറ്റർമാർ അമ്മമാരാണ്. അമ്മമാരുടെ ചില വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അവരുടെ ആധ്യാത്മികയെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും
ഫെയ്ത്ത് പ്രൊമോട്ടേഴ്സ് എന്ന രീതിയിൽ അമ്മമാർക്ക് 60% കൂടുതൽ മാർക്കാണ് അപ്പന്മാരെക്കാൾ ഉപരി. അപ്പോൾ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാഹചര്യം മരിച്ചു എന്നതിൻ്റെ അർത്ഥം. ഒരു കുടുംബത്തിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ അമ്മമാർ ഗൾഫിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് വിശ്വാസത്തിൽ അവർ ഡീപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മയാണ് നമ്മൾ പറയണത്. അങ്ങനെയല്ല മോനെ, വെയിറ്റ്, അമ്മ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എന്താ കാര്യം? നമ്മുടെ ആ ജന്മം ഉണ്ടായ കാലം മുതൽ നമ്മൾ കണ്ണ് തുറന്ന് ഇവരാണ് നമ്മുടെ അമ്മയെന്ന് കണ്ട കാലം മുതൽ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അമ്മയെ നല്ല വിശ്വാസമാണ്. അവർ നമ്മൾ കണ്ണ് തുറന്ന് കണ്ടത് മുതൽ ഇവരാണ് നമ്മുടെ അമ്മയെന്ന് നമ്മൾ മനസ്സിലാക്കിയ മുതൽ ആ ജന്മം ഇന്ന് വരെ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അതിനു വേണ്ടി എന്ത് അറ്റം വരെ പോകാൻ അവർ തയ്യാറാണ്. അത്രയും അർപ്പിതയാണ് അവരെ. അതുകൊണ്ട് തന്നെ അമ്മമാർ, നിങ്ങൾക്കുള്ള ഡ്യൂട്ടി, നിങ്ങൾ മക്കളെ വിശ്വാസത്തെ നിലനിർത്തുക ആണെങ്കിൽ നിങ്ങളുടെ ജന്മം സാഫല്യമായി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങൾ ദൈവത്തെ മറന്ന് മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മയാണെന്നൊരു കാര്യമില്ല. നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും. ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ലിങ്ക്, കറണ്ട് പോകണമെന്ന പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുക. ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കുകയാണ്. ഒരു അൺനോൺ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവമായിട്ട്. അൺനോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസനത്തിൽ ചെയ്യണത്. അൺനോണായിട്ട് ഒരു ദൈവമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ട്. പക്ഷേ അത് ബ്രേക്കായി പോയി ചില ആൾക്കാർക്ക്. ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്ന് ഉടമ്പടി കണ്ടിച്ചു പോകും. എപ്പോഴും നമ്മൾ സംഭവിക്കും ഉടമ്പടി എപ്പോഴാണ് ഈ നമ്മൾ ദൈവമായിട്ടുള്ള എന്തുകൊണ്ട് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കണത്? അതിൻ്റെ സംബന്ധിച്ച് ഈ അൺനോൺ ഉടമ്പടി, അപ്രഖ്യാപിതമായിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ളൊരു ഉടമ്പടിയുണ്ട്, അജ്ഞാതമായ ഉടമ്പടി. പെട്ടെന്ന് അത് പ്രകടമല്ലാത്തൊരു ഉടമ്പടിയുണ്ട്. ഈ പ്രകടമല്ലാത്ത ഉടമ്പടി നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുവോ, വ്യക്തിക്ക് കൊടുക്കാം, സൗന്ദര്യത്തിന് കൊടുക്കാം. ഈ ഉടമ്പടി, നിലവിലിരിക്കുന്ന ഉടമ്പടി അറിയാതെ ബ്രേക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കവനൻ്റ്. എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. ദൈവത്തെക്കാൾ പ്രാധാന്യം സ്വത്തിനോ എന്തിനു വന്നാൽ അപ്പോൾ ഈ നിലവിലുള്ള ഉടമ്പടി ബ്രേക്കാവും. നിലവിലുള്ള ഉടമ്പടി ബ്രേക്കായാൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും പിന്നെ ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? ഈ ലോകത്ത് ഒരു കാര്യവും സ്വന്തം കഴിവിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഭൂമി എപ്പോഴും ഇളകിയിരിക്കും, നമ്മുടെ ആകാശം ഇളകിയിരിക്കും, നമ്മുടെ കടൽ ഇളകിയിരിക്കും, അനിശ്ചിതമായിട്ട് ഇളകിയിരിക്കും. അപ്പോഴേ ഇളകുമെന്നുള്ള ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭൂമി ഇളകും. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പുരോഹിത നീ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അപ്പൊ ഈ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത്. നമുക്ക് സഹതാപമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ലെവലുണ്ട്. എന്താണ്? വേണ്ടത്ര സഹതാപം. നിങ്ങൾക്ക് ആൾക്കാരുടെ സഹതാപമുണ്ട്, നിങ്ങളുടെ അപ്പനോട്, അമ്മയോട്, നാട്ടുകാർ, നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പാലാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടാ? ഇല്ല. ഇപ്പം ദൈവം മനുഷ്യരെ കാണുന്ന ആത്മബന്ധത്തിന് രണ്ട് ഡയമെൻഷനാണ്. ദൈവം ഒന്ന് പറയും, ജ്ഞാനമുള്ളവരെന്ന് പറയും. പിന്നെ എന്താണ്? അജ്ഞരുണ്ട്, അറിയാൻ പാടില്ലാത്തവർ. ഈ അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം. അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ, പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് അജ്ഞരെന്ന് പറയുന്നതാണ്. കർത്താവ് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്,
അവരോടൊക്കെ നിങ്ങൾ ഓക്കെയാണ്. ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്. പക്ഷേ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ. പക്ഷേ വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല. വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം, ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം. എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ, പിന്നീട് അവരന്യരാണ്. നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ പിന്നെന്താണ്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ. അവർക്ക് ബൈബിൾ എന്താ പറയണത്? അജ്ഞര്. അജ്ഞരാരാണ്? അന്യരാണ്. അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉടനെ സ്വീകരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. ഫിലിപ്പിയർ 2:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. പ്രശ്നമാണ്, നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുതെന്ന് പറയണത്. മനസ്സിലായില്ലേ? ഇതാ ക്രിസ്തുവിൻ്റെ മനോഭാവം. നിങ്ങൾ എന്ത് രൂപം, ഇപ്പം നിങ്ങൾ MSc B.Ed ആണ്, നിങ്ങളുടെ രൂപത്തിലാണ്. ഈ രൂപത്തിൽ ഞാൻ MSc B.Ed ആണെന്ന് പറഞ്ഞ് തലയിൽ കയറി വയ്ക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ IAS ആണ്, അല്ലെങ്കിൽ നീ IAM ആണ്, നിങ്ങളൊരു രൂപത്തിലാണ്. ഈ രൂപത്തിനോടുള്ള കടിച്ചു തൂക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അതാണ് ഫിലിപ്പി 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. പരിഗണിക്കുക, സ്റ്റാറ്റസ് പരിഗണിക്കുക, അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത്. നമ്മളിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്, അത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് നമ്മളിലുള്ള. അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനോഭാവങ്ങൾ മനുഷ്യൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കണത്. നമ്മുടെ ഭൂമി കുരുങ്ങണത്, ആകാശം കുരുങ്ങണത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ കാലം കടന്നു പോകുന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭാവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം. ഈ ജീവിതം ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു നിങ്ങളുടെ കാര്യം നടന്നു, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ടൊരു പ്രയോജനമില്ല, നിങ്ങൾക്കാണ് പ്രയോജനം. കാര്യം നമ്മൾ ദൈവം ഉപേക്ഷിച്ചാലും നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിടിക്കും. അതുകൊണ്ടാണ് ഹൗണ്ട് ഓഫ് ഹെവനിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു പഴയ ഇംഗ്ലീഷ് പോയമാണ്. ഞാൻ കടലിലായിരിക്കുമ്പോൾ ഞാൻ കടലിൽ പോയി ഒളിച്ചിരിക്കാൻ നോക്കി നിന്നിൽ നിന്ന്, പക്ഷെ ഞാൻ കടലിൻ്റെ തിരകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞി കണ്ണുകൊണ്ട് തിരകൾക്കുള്ളിലൂടെ നോക്കുമ്പോൾ ദാണ്ട് നീ ഒരു പട്ടിയെപ്പോലെ നീന്തി എൻ്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ എവിടെ പോയി ഒളിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഇടമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ്. സങ്കീർത്തനം 139 തിരുവചനം 7. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്.
ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് പാർത്താൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഒരു മനോഹരമായി, ഇത് അനാദികാലം മുതൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതലേ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്ത വാരിപ്പുണർച്ചയാണ്. ദൈവസ്നേഹത്തിൻ്റെ വാരിപ്പുണർച്ച. ഇട്ടേച്ചും പോയാലും പുറകേ വരും. ധ്യാനത്തിൻ്റെ ഒരു അരൂപിയൊന്ന് അഭിഷേകമായി സ്ഥാനപ്പെട്ടാലേ പിന്നെ നിങ്ങൾ ദൈവത്തിനെ കൊതിയോടുകൂടെ കരം കരിച്ചുകൊണ്ട് കൂടെ നടക്കും. കാര്യം അത്ര കണ്ട് ദൈവസ്നേഹമാണ് ഉടമ്പടിയിൽ ഓരോ മനുഷ്യരും ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ദൈവസ്നേഹം അനുഭവിച്ച എല്ലാ മനുഷ്യരെ പോലെ എന്നെയും അങ്ങയുടെ ആത്മബന്ധത്താൽ സ്നാനം ചെയ്യിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമുക്കറിയാവുന്ന ഗ്രേസ് ദൈവത്തിൻ്റെ തൽഭവമോ തത്സമമോ ആണ്. ദൈവം ഒരു പേഴ്സണൽ പ്രസൻസിന് വേണ്ടി പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ എന്നുള്ളത്. കൃപ എന്ന് പറയുമ്പോൾ നോട്ട് ബൈ മെരിറ്റിലെ പറയും. എപ്പം നിങ്ങളുടെ മെരിറ്റുകൾ പോകുന്നുവോ അപ്പോഴാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് വരണത്. വെച്ചാൽ നിങ്ങൾ കൃപയിലേക്ക് വരണത്. ഉടമ്പടിയുടെ ഭാഷ എന്താണ്? മെരിറ്റ് ഇല്ലെന്നുള്ളതാണ്. നോട്ട് ബൈ മെരിറ്റ് എന്നാണ്. നോട്ട് ബൈ മെരിറ്റ് എന്ന് വെച്ചാൽ പിന്നെന്താണ്? ഗ്രേസാണ്. ആദ്യം ഉടമ്പടി ബുക്ക് ഉണ്ടായ കാലത്ത്, ഉടമ്പടിയെക്കുറിച്ച് കർത്താവിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കണ കാലത്ത്, ആ വെളിപാടിൻ്റെ മൂർധന്യത്തിൽ ഈശോ പറഞ്ഞ വാക്കാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണം മോനെ. ഉടമ്പടിയെ ചെയ്യുന്നതിൻ്റെ കാര്യം ഗ്രേസ് വർക്കൗട്ട് ചെയ്യാനാണ്. അവിടെ മെറിറ്റ് ചിലപ്പോൾ 0 ആയിരിക്കും. വിശ്വസിക്കാൻ പറ്റാത്ത ഇരുട്ട് മാത്രമായിരിക്കുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൈകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെക്കുന്നതാണ് വിശ്വാസം എന്ന് പറയണത്. അതിനെ വിശ്വാസമുണ്ട്, കർത്താവ് നമ്മളെ രക്ഷിക്കും എന്ന് പറയും. നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളൊരു വലിയ ശക്തിയുടെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ, അമ്മ ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ പറ്റത്തില്ല. ദൈവം അമ്മയെ ഒരു വാതിലാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ വാതിൽ ദൈവം അമ്മയിലൂടെ തുറക്കണത്, അമ്മയിലൂടെ ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് ദൈവമാണ്. ദൈവം മനുഷ്യരാശിയുടെ മുമ്പിൽ തുറന്നു വെച്ച ഒരു വാതിലാണ് പരിശുദ്ധ അമ്മയെന്ന് പറയണത്. ഏശയ്യാ 22:22 അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. അപ്പം ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വാതിൽ വെക്കണത്. വാതിൽ നമ്മൾ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ നമ്മൾ പറയും. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ്. അത് ദൈവമാണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. നിൻ്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത്. ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ് പ്രധാനപ്പെട്ടത്. നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയലേ. നിനക്ക് വേണ്ടി ജനതകൾ നൽകും, രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും, എന്തും നിനക്ക് വേണ്ടി ചെയ്ത് നിനക്ക് വേണ്ടി. സങ്കീർത്തനം 2:8 എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും. അതായത് ജനതകളെക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ജനസമൂഹത്തെ വളരെ കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന 10 പേരാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ. കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ലാതെ വരും. നമുക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ലാതെ വരും. നമ്മുടെ കഴിവ്, ബുദ്ധി, ആരോഗ്യം. ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല, ആ സ്ഥലം ആരെടുക്കാനാണ്? ഭൂമി നമുക്ക് ഓഹരിയില്ല, നമുക്ക് മെറിറ്റില്ല. ബൈബിൾ പറയണത് മെറിറ്റിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത്. നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെറിറ്റ് എന്ന് നമ്മൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടണത്. ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല, ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന്. ഉപ്പിൻ്റെ ദൈവവേദന നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക, കർത്താവേ എനിക്ക് മെരിട്ടില്ല. അതല്ല പറയണത്. എന്ത് രസമാണ് ആ വചനങ്ങൾ. 19:20 വായിച്ചേ. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. ഇസ്രായേലിൽ നിനക്ക് മെരിട്ടില്ലെന്ന്, ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല, നിന്റെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കില്ല. അവരെ അവകാശം എന്ന് പറഞ്ഞ ഉടമ്പടി ഭാഷ മെരിട്ടാണ്. ഇസ്രായേലിൽ നിനക്ക് ഈ ജീവിതം നിനക്ക് യോഗ്യതയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കില്ല, നിനക്ക് ഓഹരിയുമില്ല. ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ മെരിട്ടെന്ന്, ഞാനാണ് നിന്റെ അവകാശം. അപ്പോഴേ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ, ദൈവമേ ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല, നീയാണ് എൻ്റെ വിജയം, കർത്താവാണ് എൻ്റെ വിജയം. കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറവ് വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലെവൻ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കാര്യം: ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അറിയാൻ വേണ്ടി ജ്ഞാപകമായിട്ട് നൽകുന്ന ഉടമ്പടി കാശുരൂപം. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിൻ്റെ അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശും കൈ മാറരുത്. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസ പ്രമാണവും നിൻ്റെ ജീവിതവുമാണ്. വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെരിട്ടെന്ന് പറയണത്. ഉടമ്പടിയുടെ മെരിട്ടെന്ന് പറയണത് വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും. അപ്പോൾ നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമായി. നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാമെന്ന് ധരിക്കുകയും വേണ്ട. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് സംസാരിച്ച് ഉടമ്പടിയുടെ ബലങ്ങൾ, അതിനാശ്രയിക്കാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ആസ്തിബദ്ധതകൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളിപ്പോഴും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നത് വരെ ആവർത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അടിപ്പിട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നമ്മൾക്ക് ആവശ്യിച്ചുകൊണ്ട് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ രോഗങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവിന് തിരുമുൻപാടുന്ന വലതുകരം ഈ മകളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന, ഈ മകൻ്റെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പെശുകളിലും, എല്ലാ ഞരമ്പുകളിലും, തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. സിസ്റ്റുകൾ, മുഴ, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ കർത്താവ്, സർപ്പരോഗങ്ങൾ, അതുപോലെ തന്നെ വാതരോഗങ്ങൾ കർത്താവ്, ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോ നാമത്തെ മാറിപ്പോകട്ടെ. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കാൻ മുടി കൊഴിയുന്ന അസുഖങ്ങൾ, കണ്ണ് കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ, ചെവിടെ കേഴുക്കളുള്ള അസുഖങ്ങൾ, തൊണ്ടയ്ക്ക് അസുഖമുള്ള, ടോൺസിൻ്റെ അസുഖങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവെ. ഈശോയെ വാദ്യരോഗികളെ സ്പർശിക്കണേ കർത്താവ്. ഈശോയെ കർത്താവ് ഹൃദയത്തിലുള്ള അസുഖങ്ങൾ, ഹൃദയ ഞാടുകളുടെ അസുഖങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കൃത്യവും ശ്വാസകോശങ്ങളും പതിരയും കർത്താവിൻ്റെ നാമത്തെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ നടുവ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, അസ്ഥിസന്ധികൾ, സന്ധിബന്ധങ്ങൾ, മാംസപേശികൾ, മരയിപ്പുകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ,
വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവർ, ജയിലിലായവർ, വിസ എക്സ്പയർ ആകാൻ പോകുന്നവർ, നിയമപരമായ കാരണങ്ങളാൽ വിദേശങ്ങൾ ഒളിച്ച് താമസിക്കുന്നവർ, ജീവിത പങ്കാളി മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ, നാട്ടിൽ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവർ, റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർ, തുടങ്ങിയതിൻ്റെ പേരിൽ കടമായി പോയവർ, സാമ്പത്തിക ബാധ്യതകൾ വന്നു പോയവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, വസ്തു ലേലത്തിലായവർ, വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നവർ, ഇങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ, വിവാഹജീവിതക്കാർ, വിവാഹജീവിതം തകർന്നവർ, ഒന്നിച്ച് താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 38 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയായ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിൻ്റെ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ.